ഹലോ, നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പി കണ്ടാലോ? ഇനി ഓണമല്ലേ വരുന്നത്, ഇത് ഉപകാരപ്പെടും. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ആദ്യമേ നമ്മൾ ഇഞ്ചി കുനുകുനാന്നരിഞ്ഞ് അത് എണ്ണയിൽ വറുത്ത് കോരിയെടുക്കണം. അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. എന്നിട്ട് അതേ എണ്ണയിലേക്ക് കൊച്ചുള്ളി നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അന്നേരത്തെ നമ്മൾ ഇഞ്ചി ഒരു ഇടികല്ലിലൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സിയിൽ അടിക്കാൻ മാത്രം ഇല്ലായിരുന്നു. എന്നിട്ട് ഈ ഉള്ളിയിലോട്ട് ഈ ഇഞ്ചി ഇട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേനും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിട്ട് നല്ലപോലെ ഇളക്കണം. സത്യം പറഞ്ഞാൽ എൻ്റെ നാത്തൂൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. ഇത് സക്സസ് ആയതിൻ്റെ പേര് മാത്രമാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. ആധികാരികമായിട്ട് ഇങ്ങനെയാണോ ഇഞ്ചിക്കറി വെക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇഞ്ചിക്കറിയാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കണം. നല്ലപോലെ തിള വരുന്ന വരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടണം. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം. ഇതിങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേന് ശർക്കരയാണ് ഇടേണ്ടത്. ശർക്കര ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പഞ്ചസാര ഇട്ടു. എന്നിട്ട് നല്ലപോലെ കുറുകി ആ എണ്ണ ഇങ്ങനെ മുകളിലോട്ട് തെളിഞ്ഞ് വരണം കേട്ടോ. അതുവരെ ഇളക്കണം. നല്ല അടിപൊളി ഇഞ്ചിക്കറിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാം.